ഫിനാൻഷ്യൽ ഡെലിവറൻസ്. കണ്ണുകളുടെ മങ്ങലെല്ലാം ദൈവം മാറ്റുന്നു. ഗോഡ് ഈസ് ഓപ്പണിങ് യുവർ ഐസ്. ഹസ്ബൻഡ് ഈസ് ടച്ച്. നിങ്ങളുടെ ഭർത്താവിന് സൗഖ്യം തരുന്നു. കഴുത്തുവേദന ഉണ്ടോ? പെടലി വേദന. അതാണ് ചോദിച്ചത്. പെടലിയും കഴുത്തൊക്കെ ഒന്നാണ്. സോ ഗോഡ് ഈസ് ഹീലിംഗ് യു. ഈ നട്ടലിന് വേദന കാണുന്നുണ്ട്. വെർട്ടിബ്രൽ കോളം. ഗോഡ് ഈസ് ഹീലിംഗ് യുവർ വെർട്ടിബ്രൽ സ്പൈനൽ കോഡ്. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഈസ് കം. ആരോ നിങ്ങളെ പൈസ കട്ടുകൊണ്ട് പോയി. യു വിൽ ബി റീസ്റ്റോർഡ് ബൈ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ആ പൈസ വീണ്ടും തരും നിങ്ങൾക്ക്. കേട്ടോ? നിങ്ങൾ എപ്പോഴും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതൂത് മണി ഈസ് കമ്മിങ്. പൈസ നിങ്ങൾക്ക് വരുന്നുണ്ട്. കേട്ടോ? ഗോഡ് വിൽ ലിഫ്റ്റ് യു. നിങ്ങൾ ദർശനങ്ങൾ കൂടുതൽ കാണും. നിങ്ങൾ പുസ്തകം എഴുതുന്നുണ്ടോ? ഇനി അത് ലേഖനമായിട്ട് എഴുതിക്കോ. കേട്ടോ? എപ്പിസിൽ പോലെ എഴുതിക്കോളൂ. വചനമായിട്ട് ഇങ്ങനെ എഴുതിക്കോളൂ. അതായത് വചനം മാത്രമല്ല, അതിനൊരു എക്സ്പ്ലനേഷനും ഒരു പുസ്തകം പോലെ. ആൻഡ് വെരി സൂൺ ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ്. ന്യൂ ഹൗസ്, പുതിയ വീട് വരുന്നുണ്ട്. വേറെ ആർക്കാണ് ഇവിടെ ദൂതുള്ളത്? ദൂത് കിട്ടാത്ത ആരാണ്? ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നു. യു ആർ സെർച്ചിങ് ഫോർ ബ്ലെസ്സിങ്. കണ്ണുകളിങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി നോക്കുന്ന പോലെ കാണുന്നുണ്ട്. ആണോ? ദ ബ്ലെസ്സിങ് ഈസ് ഇൻസൈഡ് യു. നിങ്ങളുടെ അകത്ത് തന്നെ അനുഗ്രഹമുണ്ട്. നിങ്ങൾ പിറുവിറുക്കുന്ന സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു. ആണോ? പിറുവിറുക്കുമോ? നിങ്ങളപ്പോൾ പിറുവിറുക്കൽ നിർത്തി തുറക്കുമോ? ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ദൈവം നിങ്ങൾ പിറുവിറുക്കൽ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ശരിയാ തെറ്റാ? ഫോറിനേഴ്സ് വിൽ കണക്ട് വിത്ത് യു. നിങ്ങളെ വിദേശിയായിട്ട് ബന്ധമുണ്ടോ? നിങ്ങളെ ദൈവം വിദേശത്ത് ഉപയോഗിക്കും. കേട്ടോ? അപ്പോൾ ഇതാണ് വേർഡ്. യു വിൽ ഗെറ്റ് എ ഹൗസ് ഇൻ ടൗൺ. ടൗണിലൊരു വീട്. യു ആർ ഹീൽഡ്. ശരീരത്തിൽ എന്തോ അസ്വസ്ഥതകളും വേദനകളൊക്കെ കാണുന്നുണ്ട്. യു ആർ ഹീൽഡ്. നോ നീഡ് ഓഫ് മെഡിസിൻ. വീട്ടിലുള്ളവർ സൗഖ്യമാകുന്നു. പാരൻസ്, അമ്മ ഉണ്ടല്ലോ, അവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുക്കുന്നു. യു വിൽ ഗെറ്റ് മണി ഔട്ട് ഓഫ് ടീച്ചിങ്. പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വരുമാനം. നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നോ? ഇപ്പം ടീച്ച് ചെയ്യുന്നില്ല. യു വിൽ ബി പെയ്ഡ് ഫോർ ടീച്ചിങ്. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. മേ ബി ഇറ്റ് ഈസ് ബൈബിൾ ഓർ ഹിന്ദി. ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഫീസ് കൊടുത്താൽ അവർ ഹിന്ദി പഠിപ്പിച്ചു തരും. സോ യു വിൽ ബി പെയ്ഡ് ഫോർ ദ ടീച്ചിങ് ആൻഡ് ഗോഡ് വിൽ സെറ്റിൽ യു ഇൻ ടൗൺ. ടൗണിൽ നിങ്ങൾക്കൊരു വീട് തരും. കാലിൻ്റെ വേദന സൗഖ്യമാകുന്നു. സൗഖ്യമായോ? ടോട്ടൽ ഹീലിംഗ് ഈസ് കമ്മിങ് ഇൻ യുവർ ലെഗ്. ഒരു വീട് ഇങ്ങോട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് സിറ്റിയിലോട്ട് വരുന്നു വീട്. എ പ്രൊമോഷൻ ഈസ് കമ്മിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് ഒരു പ്രൊമോഷനും ദൈവം തരുന്നുണ്ട്. തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. എടുത്തു ചാടി ഇപ്പോൾ സംസാരിക്കുന്ന സ്വഭാവമാണെന്ന് തോന്നാണോ? ഇപ്പോഴില്ല, നേരത്തെ എങ്ങനെയായിരുന്നു? എടുത്തു ചാടി സംസാരിക്കും. ബിഫോർ സ്പീക്കിംഗ് തിങ്ക് ട്വൈസ്. 2 വശം ചിന്തിച്ചിട്ടേ സംസാരിക്കാവൂ. ഗോഡ് വിൽ എസ്റ്റാബ്ലിഷ് യു. ദൈവത്തിൻ്റെ നാവായിട്ട് ദൈവം ഉപയോഗിക്കും. അഡ്രസ്സ് മാറുന്നു. ന്യൂ അഡ്രസ്സ്. അപ്പോൾ അതാണ് വേർഡ്. വേറെ ആർക്കാ ദൂത് കിട്ടുക? അവിടെ 2-3 ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടാനുണ്ടല്ലേ? ഇവിടെ ഈ പറഞ്ഞ ദൂതുണ്ടല്ലോ, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു, അതൊക്കെ ഭയങ്കര മർമ്മങ്ങളാണ്. മനസ്സിലായ? ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഉറക്കമുണ്ടോ? കേട്ടില്ല. ഉറക്കക്കുറവാണ്. യു വിൽ ഹാവ് ഗുഡ് സ്ലീപ്പ്. യുവർ വിസ ഈസ് ഗോയിങ് ടു ബി സ്റ്റാമ്പ്ഡ്. നിങ്ങളുടെ വിസ അടിക്കാനായിട്ട് പോകുന്നു. ബാറ്റിൽ ഈസ് ഗോഡ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. കടങ്ങൾ ദൈവം വീട്ടും. ദ ലോൺസ് വിൽ ബി പെയ്ഡ്. യു വിൽ സ്റ്റേ ഇൻ ദ ന്യൂ അഡ്രസ്. ഷോക്ക് അടിച്ച ഈ ദിവസങ്ങളിൽ
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് അല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ. സോ ഗോഡ് വിൽ ടേക്ക് യു കെയർ. യു വിൽ സ്റ്റേ ഹാപ്പിലി. മണി ഈസ് കമ്മിങ്. പൈസ നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾക്ക് ഒന്നിനും ഒരു തൃപ്തിയില്ല, ആണോ? ആഹാരത്തിന് തൃപ്തിയില്ല അല്ലേ? മകൻ്റെ കാര്യത്തിന് തൃപ്തിയില്ല. സോ ഗോഡ് ഈസ് ഗിവിങ് യു സാറ്റിസ്ഫാക്ഷൻ. ഗോഡ് ഈസ് ഗിവിങ് യു ന്യൂ ഹൗസ്, ഫിനാൻഷ്യൽ ഡെലിവറൻസ്. ബ്രേക്ക് ത്രൂ ഈസ് കമ്മിങ്. യു വിൽ സെറ്റിൽ ഇൻ ദ ന്യൂ പ്ലേസ്. നിങ്ങൾ വേറൊരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കും. പൈസ ആരോഗ്യം തരാനുള്ളത് തരും. യു വിൽ ഹാവ് അബണ്ടൻസ്. നിങ്ങൾക്ക് അരിപ്പെട്ടിക്കകത്ത് എല്ലാം ഉണ്ട്. ചിരിക്കുകയാണല്ലേ? ശരിയാണോ? ഉണ്ടോ? അരിപ്പെട്ടിക്കകത്തെല്ലാം ഉണ്ടോ? അരിപ്പെട്ടിക്കകത്ത് എന്താ ഇരിക്കുന്നത്? അരിയുണ്ടോ? കേട്ടില്ല. അരിപ്പെട്ടിക്കകത്ത് സാധനം നിറച്ചു വച്ചിരിക്കുകയാണ്. സോ യു വിൽ ഹെൽപ്പ് ദ പുവർ. പാവങ്ങളെയൊക്കെ നിങ്ങൾ സഹായിക്കും. യുവർ അലമാര വിൽ ബി ഫുൾ ഓഫ് ക്ലോത്ത്സ്. നിങ്ങളുടെ അലമാരിക്കകത്ത് നിറയെ വസ്ത്രങ്ങളുമൊക്കെ നിറഞ്ഞിരിക്കണം. അതുകൊണ്ടാ ഉണ്ടാ മനസ്സിലെ? അവരുടെ അരിപ്പെട്ടി മുഴുവൻ അരിയാ, അലമാരി മുഴുവൻ വസ്ത്രങ്ങളാണ്. ശരിയാണോ? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ പൈസയാണ്. അക്കൗണ്ട് ഇല്ല, അത് നിങ്ങളെ കാണിക്കത്തില്ല. ആ അത് കുഴപ്പമില്ല. നമുക്ക് പ്രാർത്ഥിക്കാതെ നിങ്ങൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് താമസം പോകും കേട്ടോ. നിങ്ങൾക്ക് പൈസ ധാരാളം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരിക്കുകയാണ്, ചെലവഴിക്കാതെ. നിങ്ങൾ കാണുന്നില്ല. ശരിയല്ലേ? ശരിയോ തെറ്റാ? ശരിയോ തെറ്റാ? ശരിയുണ്ട്. മകൻ അറിയാത്ത ബാങ്ക് അക്കൗണ്ട് അവർക്കുണ്ട്. ശരിയാണോ? കാണിക്കല്ലേ? കാണിക്കല്ലേ? പീസ് ഇൻ യു. നിങ്ങൾക്ക് സമാധാനം. യു വിൽ സ്റ്റാർട്ട് ദ ജേർണി. നിങ്ങൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു വിദേശ പര്യടനം നടത്തുകയാണ്. ഗോഡ് വിൽ ഗിവ് യു മണി ഫോർ ദ ട്രാവൽ. യാത്രയ്ക്കുള്ള പൈസയെ നിങ്ങൾക്ക് ഒരുക്കും. നിങ്ങൾക്കൊരു അഡ്രസ്സ് വരുന്നു. ദ ബ്ലാങ്കറ്റ് ഓഫ് അനോയിൻറ്റിങ് ഈസ് ഫോളിങ് അപ്പോൺ യു. ദൈവത്തിൻ്റെ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വീഴുകയാണ്. യു ആർ എ ന്യൂ പേഴ്സൺ. നിങ്ങളൊരു പുതിയ മനുഷ്യനായി തീരും. ഈ ചർച്ചിൽ വന്ന ശേഷം മാറ്റം ഉണ്ടോ? എന്താ? വളരെ ചേഞ്ച് ഉണ്ട്. ഇവിടെ സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര പ്രോജക്റ്റ്. ന്യൂട്രൽ അടിച്ച് നിൽക്കാൻ പാടില്ല, വചനം അനുസരിക്കണം. മനസ്സിലേ? ഇവിടെ വരുന്നവരാരും പട്ടിണി കിടക്കത്തില്ല, പിച്ച ചെന്നിട്ടില്ല. കാര്യം ഇവിടെ വചനം പഠിപ്പിക്കുന്നതാണ്. ശരിയാ തെറ്റാ? ഇപ്പം എല്ലാവർക്കും ദൂത് കിട്ടി. ഒരു പ്രൊമോഷൻ വരുന്നുണ്ട്. ഗോഡ് ഈസ് ഓപ്പണിങ് യുവർ. നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കുന്നു. നിങ്ങൾ ഇടയ്ക്ക് ദർശനം കണ്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇപ്പോഴും കറക്റ്റായിട്ട് വരുന്നില്ല. ഗോഡ് വിൽ ഗിവ് യു ഗുഡ് ഫുഡ്. നല്ല ആഹാരം നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ വീട്ടിലൊരു പായ ഇപ്പോഴും ഉണ്ടോ? അവിടെ പ്രാർത്ഥനയുണ്ടോ? പുതിയൊരു വീടും വരുന്നു. ഗോഡ് വിൽ ഗിവ് യു ന്യൂ ചപ്പൽ. പുതിയ ചെരുപ്പ് വാങ്ങാൻ പ്ലാനിട്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഡെലിവറൻസ് കമ്മിങ്. ഹാപ്പിനെസ് ഇസ് റിസ്റ്റോർഡ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ സന്തോഷം. നിങ്ങളുടെ മക്കളുടെ നന്മ കാണും. നിങ്ങൾക്ക് സന്തോഷമില്ല. സന്തോഷമില്ലേ? അപ്പോൾ എല്ലാവർക്കും ദൂതായല്ലേ?
സന്തോഷമില്ല. എനിക്കൊരു നല്ല ദൂത് കിട്ടിയില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എല്ലാവരുടെ